അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നലെ നടന്ന വിമാന ദുരന്തം അത്ഭുതപ്പെടുത്തിയത് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല പറഞ്ഞത്. ആ ദുരന്തം അല്ലാഹുവിൻ്റെ ഖുദ്റത്ത് കണ്ട് പലരും ഞെട്ടി. വിമാനം ആകാശത്തിലൂടെ ഇങ്ങനെ പറക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ അല്ലാഹുവിൻ്റെ സഹായമില്ലാതെ സാധ്യമല്ലെന്നും, വായുവിലൂടെ അത് സഞ്ചരിക്കുമ്പോൾ, വായു സഞ്ചാരമില്ലാത്ത സ്ഥലത്തിലൂടെ വിമാനം സഞ്ചരിക്കുമ്പോൾ അവിടെ വിമാനം ഇങ്ങനെ പിടപെടക്കുന്നത് നമുക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട്? അവിടെ വായു സഞ്ചാരമില്ലാത്തത് കൊണ്ടാണ്. വായുവിലൂടെ അതിങ്ങനെ സഞ്ചരിക്കുമ്പോൾ വായുവിനെ നിയന്ത്രിക്കുന്നതായ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആലയുടെ സഹായമില്ലാതെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല പറയുന്നത് എത്ര സത്യമാണ്. ആ സഞ്ചാരമില്ലാതെ വളരെ സുരക്ഷിതമായി വിമാനത്തിൽ പലരും സഞ്ചരിച്ചു, പല യാത്രകൾ ചെയ്തു. ഇടയ്ക്ക് ചില അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ 242 ആളുകൾ വിമാനത്തിൽ കയറി. അതാ വിമാനം പറക്കാൻ തുടങ്ങുന്നു. പറന്ന് മുകളിലേക്ക് എത്തുമ്പോൾ 242 ആളുകൾ പലവിധ സ്വപ്നങ്ങളുമായിട്ടാണ് ആകാശത്തിലേക്ക് ഇങ്ങനെ പറക്കുന്നത്. അവർക്കറിയില്ല അടുത്ത നിമിഷത്തിൽ വലിയ അപകടം സംഭവിക്കുമെന്ന്. വാർത്താമാധ്യമങ്ങൾ നാം കണ്ടില്ലേ? ഉമ്മ നഷ്ടപ്പെട്ട പിഞ്ചുമക്കൾ കരയുന്നത്, ആ കുടുംബം കരയുന്നത്, മനസ്സ് വേദനിപ്പിക്കുന്ന രംഗങ്ങൾ. നമുക്ക് പല വാർത്തകളും എൻ്റെ പ്രിയപ്പെട്ടവർ നമുക്കത് മറന്നുപോകും. എന്നാൽ ആ കുടുംബത്തിനത് താങ്ങാൻ പറ്റാത്തതാണ്. നമ്മുടെ കുടുംബത്തിൽ ഒരാൾ നഷ്ടപ്പെട്ടാൽ, എൻ്റെ പ്രിയമുള്ളവരെ, നമുക്കത് ഇന്നും പലരും നഷ്ടപ്പെട്ടവരില്ലേ? എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുണ്ട് ഈ അപകടത്തിൽ വിദേശത്ത് പോയി നഷ്ടപ്പെട്ട ആ കുടുംബം. അവർ മരണപ്പെട്ട് വർഷങ്ങൾ കഴിഞ്ഞു. എന്നാലും ആ ഉമ്മ ഇന്നും ആ മകനെ ഓർത്ത്. അങ്ങനെ എത്ര സംഭവങ്ങളാണ്. 242 ആളുകളിൽ റമേഷ് എന്ന് പറയുന്ന, വിശ്വാസ് എന്ന് പറയുന്ന ഒരാളെ രക്ഷപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്, അത്ഭുതല്ലേ! എങ്ങനെയാണ് രക്ഷപ്പെട്ടു? എങ്ങനെ രക്ഷപ്പെടുത്തു? അടുത്ത നിമിഷം 5 കാര്യങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു. എത്ര കൃത്യമാണ്. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഗൈസ് വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത് ഇന്നല്ലാഹ അലീമുൻ ഖബീർ വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദ. ഒന്നിനും അറിയില്ല അടുത്ത നിമിഷം എന്താ സംഭവിക്കാൻ പോകുന്നത്. ഇന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ വീഡിയോ കേൾക്കുന്നവരായിരിക്കാമല്ലേ? ചിലപ്പോൾ വീട്ടിൽ വെച്ചായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ പല സ്ഥലങ്ങളിലായിരിക്കാം ഇത് കേൾക്കുന്നവർ. ഇന്ന് രാത്രി നിങ്ങളുടെ റൂമിലാണോ, വീട്ടിലാണോ, നിങ്ങൾ സാധാ താമസിക്കുന്ന സ്ഥലത്താണോ ഇന്ന് കിടന്നുറങ്ങേണ്ടത്? അല്ല രാത്രി പള്ളിക്കാട്ടിലായിരിക്കുമോ എന്ന് ഒരാൾക്കും അറിയില്ല. അത് തന്നെ ഖുർആൻ പറയുന്നത്, ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ ബലഹീനനാണ്, അവനക്കൊന്നും ചെയ്യാൻ പറ്റൂല. സുരക്ഷിതമായി വിമാനം സഞ്ചരിക്കുമ്പോൾ ഹാഫിദുല്ലാഹ്, അള്ളാഹുവിൻ്റെ രക്ഷയാണ്, അള്ളാഹുവിൻ്റെ സംരക്ഷണമാണ് അവിടെ നടക്കുന്നത്. വായു സഞ്ചാരം നിയന്ത്രിക്കുന്ന അള്ളാഹു. വായുവിലൂടെ 2 പൈലറ്റുമാരുണ്ടാകും. ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മറ്റാൾ നിയന്ത്രിക്കാൻ വേണ്ടി 2 ആൾക്കും സംഭവിക്കാമല്ലോ പലതും. എന്നാലും അള്ളാഹു സുരക്ഷിതമായി എത്തിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വലിയ ദുഃഖകരമായൊരു വാർത്തയാണ് ഇന്നലെ നമുക്ക് കേൾക്കാൻ സാധിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ദുഃഖം മനസ്സിലാകണമെങ്കിൽ അവരവരുടെ കുടുംബത്തിലേക്കൊന്ന് ഇറങ്ങിച്ചൊല്ലണം, അവരുടെ ഭാര്യ മക്കളിലേക്കൊന്ന് ഇറങ്ങിച്ചൊല്ലണം. അപ്പോഴാണ് അതിൻ്റെ ആഘാതം നമുക്ക് മനസ്സിലാകുന്നത്. അതൊരിക്കലും ആ ദുരന്തം, എൻ്റെ പ്രിയപ്പെട്ടവരെ, അതെങ്ങനെ പറയണമെന്നറിയില്ല. വാർത്ത കേൾക്കുമ്പോൾ പലരും ഞെട്ടിപ്പോയി. സുബ്ഹാനല്ലാഹ്, 242 ആളുകളുടെ സ്വപ്നങ്ങൾ തകർന്നു. ഒരാളെ രക്ഷപ്പെട്ടു. നോക്കൂ, ഈ രമേശ് ശർമ്മ എന്ന് പറയുന്ന ആൾ രക്ഷപ്പെടുകയാണ്. അതും ഒരു അത്ഭുതമാണ്. അയാൾക്ക് മരണം എത്തിയില്ല, അല്ലേ? അള്ളാഹുവിൻ്റെ ഇരാദത്ത്, അള്ളാഹുവിൻ്റെ ഖുദ്റത്ത്. അള്ളാഹു എന്താണോ, ലഹുൽ മുൽക്കു സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ അധികാരം അള്ളാഹുവിനാണ്. അള്ളാഹു ആണ് എല്ലാം നിയന്ത്രിക്കുന്നത്. അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ മാത്രമാണ് നടക്കുന്നത്. നിസ്കാരങ്ങൾക്ക് ശേഷം പറയുന്നുണ്ട്, ലമാനി അലിമാ മൂത്തി അലിമാ മനത്ത്. അള്ളാഹ് എന്തുദ്ദേശിച്ചോ അതല്ലാതെ മറ്റൊന്നും ഇവിടെ നടക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. ആ കുടുംബങ്ങൾക്ക് വേണ്ടി നാം തീർച്ചയായും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ആ കുടുംബങ്ങൾക്ക് ക്ഷമ പ്രദാനം ചെയ്യട്ടെ. ഈ ഒരു പരീക്ഷണങ്ങൾ
താങ്ങാനുള്ള ശേഷി അള്ളാഹു നൽകട്ടെ. പലരും പല നാടുകളിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര ദുഃഖമാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലാഹ ഇൻദഹു. ഈ 5 കാര്യങ്ങൾ അള്ളാഹ്ക്ക് മാത്രമേ അറിയുക. ഒന്ന്, ഇൽമുസ്സാഅ, എപ്പോഴാണ് ഈ ലോകം തകടം മറിയുന്നത്, ഈ ലോകത്തിന് അന്ത്യം എപ്പോഴാണ് ഉണ്ടാകുന്നത്, ഒരാൾക്കും പറയാൻ പറ്റൂല. അതിൻ്റെ അടയാളങ്ങൾ പറയാമെന്നല്ലാതെ ഇന്ന ദിവസം ഇത്ര തീയതിക്ക് വെച്ച് ഇന്ന സമയത്ത് വെച്ച് ഈ ലോകം അവസാനിക്കാൻ പോകുമെന്ന് അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുകയുള്ളൂ. വയുനസ്സുൽ ഗൈസ, നമുക്ക് മഴ അന്തരീക്ഷം നോക്കി പറയാമെന്നല്ലാതെ എപ്പോഴാ എങ്ങനെയാ അതൊക്കെ അള്ളാഹ്ക്ക് മാത്രമേ അറിയുകയൂ. വയഅലമു മാ ഫിൽ അർഹാം, ഗർഭാശയിലുള്ളത് ഇത് ആണാണോ പെണ്ണാണോ കുഞ്ഞാണോ എന്താണ്, ആ സമയത്ത് അവിടെ എത്തുന്ന സമയത്ത് ഇതെന്താണ് സംഭവിക്കാൻ പോകുന്നത്, അത് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദ, നാളെന്ത് ചെയ്യുമെന്ന് ഒരാൾക്കും പറയാൻ പറ്റൂല. അവർ ഉദ്ദേശിച്ചെന്താ, അവർ ഉദ്ദേശിക്കുന്ന UK സഞ്ചരിച്ച് പല ആഗ്രഹങ്ങളും പല ജോലിയും ചില ബിസിനസ്സുകളുമായിട്ടാണ് യാത്ര തിരിച്ചത്. അവർ പലതും പ്ലാൻ ചെയ്തിരുന്നു. ഇന്നത് ചെയ്യണം, നാളെ ഇന്നത് ചെയ്യണം, നാളെ ഇന്നത് മറ്റൊന്നിങ്ങനെ ചെയ്യണം, എൻ്റെ കച്ചവടം പരിധി ഇങ്ങനെയായിരിക്കണം, എൻ്റെ വീടിൻ്റെ പണി ഇന്ന രീതിയിൽ പൂർത്തിയാക്കണം, അതിനുവേണ്ടി സമ്പത്ത് ഇങ്ങനെ സ്വരൂപിക്കണം. അങ്ങനെ പലതും പല ഉദ്ദേശങ്ങൾ വെച്ചിട്ടാണ് അവർ ഇങ്ങനെ പറക്കുന്നത്. ഒറ്റ നിമിഷം എൻ്റെ പ്രിയപ്പെട്ടവരെ, വിമാനം ദുരന്തത്തിൽ പെടുന്നു. അവിടെ നിന്ന് വലിയ ഒരു തീഘോല പോലെ ഇങ്ങനെ കത്തുന്നു. മരണപ്പെടുകയാണ് എല്ലാവരും. സുബ്ഹാനല്ലാഹ്. അതിൽ നോക്കൂ, ഈ റമേഷ് എന്ന് പറയുന്ന ആൾ രക്ഷപ്പെടുന്നതും അള്ളാഹുവിൻ്റെ കുദ്റത്തല്ലേ. അയാൾക്ക് മരണം എത്തിയില്ല. അതുകൊണ്ട് നമുക്ക് നാളെ എന്ത് ചെയ്യാൻ പറ്റും തീരുമാനിക്കാമെന്നല്ലാതെ അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റൂല എന്നതാണ് ഇത്തരത്തിലുള്ള അപകട ദുരന്തങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവർ നമുക്ക് കാട്ടുന്നത്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പൊന്നുമക്കളെ അനാഥയാക്കാതിരിക്കട്ടെ, നമ്മുടെ ഭാര്യമാരെ അള്ളാഹു വിധവകളാക്കാതിരിക്കട്ടെ. നമ്മൾ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് ജീവിതവും കച്ചവടങ്ങളും ബിസിനസ്, വീടിൻ്റെ പണി, അതുപോലെ മക്കളുടെ വിവാഹം, അങ്ങനെ ഒരുപാട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് അത് എത്താൻ വേണ്ടി ഒരവസരം ഒരുക്കിയിരിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ തീരുമാനം നമ്മുടെ മുമ്പിൽ വരുന്നത്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പെട്ടെന്നുള്ള മരണം, അപകട മരണങ്ങളെ തൊട്ട് നമ്മെ നമ്മുടെ കുടുംബങ്ങൾ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വമാ തദ്രീ നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്, ഒരാൾക്കും അറിയില്ല ബിഅയ്യി അർദിൻ തമൂത്ത്, ഏത് സ്ഥലത്ത് ഏത് ഭൂമിയിൽ വെച്ച് ഏത് നിമിഷമാണ് മരണപ്പെട്ടു പോകാമെന്നുള്ളത് അവരാരെങ്കിലും അറിഞ്ഞോ? ആ വിമാനത്തിൽ സഞ്ചരിച്ചാൽ മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഇത് അപകടത്തിൽപ്പെടും, നാം മരണപ്പെട്ടു പോകും, നമ്മുടെ സ്വപ്നങ്ങളെല്ലാം തകർന്നു പോകും. അവർ അറിഞ്ഞിരുന്നുവെങ്കിലോ അതിൽ കയറുമായിരുന്നോ? ഇല്ലല്ലോ. നോക്കൂ, അതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഒരാൾക്കും അറിയില്ല. അതുകൊണ്ട് എന്നും എപ്പോഴും ആ മരണത്തിന് വേണ്ടി എല്ലാ രുചികളെ തകർക്കുന്ന മരണത്തിന് വേണ്ടി നാം ഒരുങ്ങിയിരിക്കണം എന്നുള്ളതാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മരണം നേരം ഈമാനോട് കൂടിയുള്ള മരണം അള്ളാഹു നൽകട്ടെ. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, അള്ളാഹുവാണ് എല്ലാം അറിയുന്നവൻ, അള്ളാഹുവാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നല്ല മരണം നൽകട്ടെ. മരണപ്പെട്ടു പോയ പലർക്കും, ആ പല കുടുംബങ്ങൾക്കും ആ പിഞ്ചു കുട്ടി കരയുകയാണ്, ഉമ്മ ഇങ്ങനെ ഓർത്ത്. യാ അല്ലാഹ്, ആ കുടുംബത്തിനെല്ലാം അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ക്ഷമ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.